നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഗോമതി ധർമ്മനോട് ചോദിച്ചു, എടാ നീ സുകന്യയുടെ തലയ്ക്കൊഴിഞ്ഞ കോയിൻ എടുത്തില്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് ധർമ്മന് പോക്കറ്റ് നോക്കുന്നത്. നോക്കിയപ്പോ ആ കോയിൻ കാണുന്നില്ല. അയ്യോ, ഞാനത് എടുത്തായിരുന്നായിരുന്നല്ലോ. എടാ നിനക്ക് എന്താടാ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അരസിന് പറഞ്ഞു, അതെ എന്റെ കയ്യിലുണ്ട് മാമാന്ന് പറയണം. ഓ രക്ഷപ്പെട്ടു, എന്റെ മോള് മുത്തല്ലേ എന്നൊക്കെ ധർമ്മം പറയണം. എടുത്തില്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു, ഇനിയെ ശരിയാക്കിയാലെന്നൊക്കെ ഗോമതി പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, നമുക്കെന്നാ ക്ഷേത്രത്തിനകത്തേക്ക് പോയാലെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് കയറി വരുവാണ്. അവിടെ വന്ന് സ്വാമിപ്പോറ്റിയെ കാണുവാണ്. സ്വാമിപ്പോറ്റിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഗോമതി പറഞ്ഞു, സ്വാമിപ്പോറ്റി ഇതാണ് എന്റെ ഭർത്താവ് ബാലേട്ടൻ എന്ന് പറഞ്ഞു. പിന്നീട് ബാലൻ പറഞ്ഞതേ ഞങ്ങൾ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടാണ് വന്നിരിക്കണേന്ന് പറഞ്ഞു. എപ്പോഴാ പൂജ നടത്തേണ്ടതെന്ന് സ്വാമിപ്പോറ്റി പറഞ്ഞാൽ മാത്രം മതി. പിന്നെ പൂജയ്ക്ക് മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് സ്വാമിപ്പോറ്റി ആ കാര്യം പറയണത്. അതെ, പൂജയ്ക്ക് മുമ്പ് ദേവിയുടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞു. അനുഗ്രഹം മേടിക്കാനോ? അതെങ്ങനെയാ? അതൊന്നും മനസ്സിലായില്ല ഗോമതിക്കും ബാലനും ഒക്കെ. ദേവി അനുഗ്രഹം തന്നാൽ മാത്രമേ പൂജ നടത്താൻ പറ്റുള്ളൂ. കാര്യം ഗോമതി വ്രതം എടുത്തു, നിങ്ങളെല്ലാം പൂജയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുക. പക്ഷെ ദേവിയുടെ അനുഗ്രഹം കൂടെ വേണം, ദേവി സമ്മതിക്കണം പൂജ നടത്താനായിട്ട്. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, അല്ല അതെങ്ങനെയാന്ന് ചോദിക്കുവാണ്. അതിന്റെ കാര്യമൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും സാമ്പിപ്പോയിട്ട് പറഞ്ഞു, അതെങ്ങനെയാന്ന് ഞാൻ പറയാം. ദേവി എന്നെ അനുവദിച്ചാൽ മാത്രമേ എനിക്ക് ഈ പൂജ നടത്താൻ പറ്റുള്ളൂ. അതെങ്ങനെയാന്ന് നിങ്ങളോട് പറയാന്നൊക്കെ ഗോമതിയോടും ബാലിനോടും ഒക്കെ പറയണം. ഇതേ സമയത്ത് അലോക് ആ ക്ഷേത്രത്തിനടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും രാജശ്രീ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായടാ മോനെ കാര്യങ്ങളൊക്കെ? പൂജ തുടങ്ങിയോ? എനിക്ക് ആപ്പാടെ ടെൻഷനാന്ന് പറഞ്ഞു. അമ്മേ, ഇവിടെ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നുള്ളൂ. എടാ മോനെ, സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അറിയാലോ, എവിടെയെങ്കിലും എന്തേലും പണി പാളി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു എന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അറിയാലോ, എങ്ങാനും പണി പാളിപ്പോയ മുമ്പത്തെ അനുഭവങ്ങളൊക്കെ നിനക്കറിയാലോ. പിന്നെ നമ്മളെ ജീവനോടെ വെച്ചേക്കത്തില്ല. നിസ്സാര കാര്യമല്ല നീ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നിനക്ക് പൂർണ്ണമായിട്ട് ബോധ്യം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കുണ്ടമ്മേ. ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്ന പ്ലാനുകളും പദ്ധതികളും ഒന്നും ഒരിടത്തും പാളിപ്പോകാനായിട്ട് പോകുന്നില്ല. ഇത് നല്ല ശ്രദ്ധയോടുകൂടി ഞാൻ കൈകാര്യം ചെയ്തോളാം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ലോകം പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. രാജശ്രീക്ക് ടെൻഷൻ. എന്റെ ഭഗവാനെ, ഒരു മുടക്കവും കൂടാതെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ അലോകിനെ സഹായിക്കണേ. അവൻ ഈ പൂജ മുടക്കുകയും വേണം, അതുപോലെ തന്നെ കോമതിക്കിട്ട് പണി കൊടുക്കുകയും വേണം. അവന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം എന്നൊരു ചിന്ത മാത്രമേ രാജശ്രീയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പം സ്വാമിപ്പോറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോമതിയും ബാലനും ചേർന്ന് നടത്തുവാണ്. കാരണം ദേവിയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്തത് ദേവിയുടെ മുന്നിൽ കുറച്ച് കുങ്കുമം സമർപ്പിക്കുക. പ്രാർത്ഥിച്ച് ദേവിയുടെ മുന്നിൽ കുങ്കുമം സമർപ്പിച്ചു. അതിനുശേഷം സ്വാമിപ്പോറ്റി പറഞ്ഞത്, പൂജയ്ക്കിരിക്കുന്ന ആരാണോ അവരുടെ കയ്യിൽ നിന്ന് കറുകക്കെട്ട് വാങ്ങിയിട്ട് അത് വിഘ്നേശ്വരന് സർവ്വ വിഘ്നങ്ങളും മാറാനായിട്ട് ദേവിയെ പ്രാർത്ഥിച്ച് വിഘ്നേശ്വരന് സമർപ്പിക്കണം. അത് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഗോമതിയുടെ കയ്യിൽ നിന്ന് കറുകക്കെട്ട് വാങ്ങിയിട്ട് വിഘ്നേശ്വരന് സമർപ്പിക്കുക. അവസാനം ഗോമതിയെ സമർപ്പിച്ചു. പിന്നീട് പറഞ്ഞത് തലയ്ക്കൊഴിഞ്ഞുകൊണ്ടത് നാണയങ്ങൾ വെച്ചിട്ട് അതിനു മുകളിൽ നാരങ്ങ വെച്ച് നാരങ്ങ വിളക്ക് തെളിയിക്കണമെന്നാണ്. അങ്ങനെ അതും ചെയ്യുവാണ്. എല്ലാവരുടെയും തലയ്ക്കൊഴിഞ്ഞ് നാണയം വെച്ചിട്ട് അങ്ങനെ ഒടുവിൽ നാരങ്ങ വിളക്കൊക്കെ തെളിയിച്ചു. ഈ സമയത്തെല്ലാം സ്വാമിപ്പോറ്റി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാമിപ്പോറ്റി എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ആ ഓട്ടൂറിലേക്കകത്തേക്ക് ഒരു കർപ്പൂരം കത്തിച്ചിടുവാണ്. കുറെ പുഷ്പങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ കർപ്പൂരം വെള്ളത്തിലേക്ക് താണു പോയില്ല. അപ്പൊ സ്വാമിപ്പോറ്റിക്ക് മനസ്സിലായി ദേവി അനുഗ്രഹം തന്നിരിക്കുന്ന. ഗോമതിക്ക് അതേ സമയത്ത് നല്ല പ്രാർത്ഥനയിലായിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും സ്വാമിപ്പോറ്റി വന്നിട്ട് പറഞ്ഞു, അതെ ഭഗവതി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദേവി നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു, നിങ്ങൾക്ക് അനുഗ്രഹം തന്നിരിക്കുന്നു ഈ അഗ്നിപൂജ നടത്താനെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പിന്നീട് ബാലനോട് പറഞ്ഞു, അതെ ഈ പൂജ നടത്തുന്ന നിങ്ങളുടെ ഭാര്യ എന്നല്ലേ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ ചോദിച്ചു, എന്താ സ്വാമിപ്പോറ്റി, എന്ത് വെള്ളം ചെയ്യാന്ന് പറഞ്ഞു. പിന്നീട് സ്വാമിപ്പോറ്റി പറഞ്ഞു, ശ്രീകോവിലിൽ നിന്ന് ദേവിക്ക് ധാര നടത്തിയ ജലം ലഭിക്കും. അത് വ്രതം നടത്തി ആരാണോ പൂജ ചെയ്യാനിരിക്കുന്നത് അപ്പൊ അവരെ കുടുംബനാഥന് അങ്ങനെ സ്നാനം ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ഇവിടെ ക്ഷേത്രം കിണറുണ്ട്. അപ്പൊ ക്ഷേത്രം കിണറ്റിൽ നിന്ന് ഒരു കുടം തരും ക്ഷേത്രത്തിൽ നിന്ന്. അപ്പൊ ആ കുടത്തിനകത്ത് വെള്ളം എടുത്തിട്ട് 3 റൗണ്ട് ക്ഷേത്രത്തിന് ചുറ്റും വലം വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം കോമതിക്ക് പുതുവസ്ത്രങ്ങളൊക്കെ കിട്ടി. പുതുവസ്ത്രങ്ങളൊക്കെ
ധരിച്ച് അങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റും വലം വെക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ബാലൻ ഗോമതിയെ സ്നാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവിക്ക് ധാരം നടത്തിയ ജലം ഉപയോഗിച്ച് അങ്ങനെ ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുവാണ്. അതേ സമയത്ത് ദേവമംഗലത്ത് ദേവി അടുക്കളയിൽ ഭയങ്കര പാചകത്തിലായിരുന്നു. അപ്പോഴേക്കും ഇത്ര അങ്ങോട്ട് വന്നു. ഇതെന്താ ദേവി ചേച്ചി കാണിക്കണമെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഞാന് ദേവി ചേച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞേ അത്. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, പിന്നെ മിത്ര നീ വരുമ്പത്തേനും പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കുവാണെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാമല്ലോ. എന്ത് കഴിക്കാലോന്ന്? ആഹാരം കഴിക്കാലോന്നില്ലേ? ഞാൻ എന്താ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിയത്? മുറിയിലിരുന്നോളന്ന്. മുറിയിലിരുന്നോളാം, ആഹാരമൊക്കെ ഞാൻ വെച്ചുണ്ടാക്കി മുറിയിലേക്ക് കൊണ്ട് തരാന്നല്ലേ പറഞ്ഞേ. എന്നിട്ടാണോ ദേവി ചേച്ചി അടുക്കളയിലേക്ക് കയറിയത്? അമ്മ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, പോട്ടെ മിത്രേ, നമുക്ക് പെട്ടെന്ന് ആഹാരം കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാ. അതെ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി അതിനകത്ത് കുറച്ച് ഉപ്പിടാനായിട്ട് ഉപ്പും പരണ്ടിയും കെടുക്കുവാണ്. പെട്ടെന്ന് ഉപ്പും പരണ്ടി കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോവാണ്. ഒരു നിമിഷം മിത്രയും ദേവിയും ഞെട്ടിപ്പോയി. മിത്ര പറഞ്ഞു, ഈ ഉപ്പ് താഴെ പോകുന്ന എന്തോ ദുശകനമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷനായി, വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ഈ സമയത്ത് ബാക്കി വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി ഗോമതി. അതിനുശേഷം പൂജയ്ക്ക് വേണ്ടിയിട്ട് ആ കോമൗണ്ടത്തിനരിയിലേക്ക് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വരണ സമയത്ത് തിരുമേനി പറഞ്ഞു അതവിടെ വെച്ചേക്കാൻ പറയണം. അപ്പൊ ഒരു കുടവും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ വലമൊക്കെ വെച്ച് ശ്രീകോളിന് ചുറ്റും വലം വെച്ചിട്ട് ഗോമതിയെ കുടവുമായിട്ട് അങ്ങോട്ട് വന്നേ. പിന്നീട് ആ കോമൗണ്ടത്തിനരികില് ആ കുടം വെച്ചു. പിന്നീട് തിരുമേനി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഈ സമയത്ത് ശ്രീദേവി എന്ത് ചെയ്തു? നേരെ പൂജാമുറിയിലേക്ക് എല്ലോട് പൂജാമുറി ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഭഗവാനെ, ഉപ്പും പറഞ്ഞ് താഴെ വീണ് പൊട്ടിപ്പോയി, എന്തോ ദുശകനമാന്ന് പറയുന്നു. ഒരു കാരണവശാലും പൂജയ്ക്കൊരു മുടക്കങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല വിധം തന്നെ പൂജ നടക്കണം. നിനക്കറിയാലോ ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിന് പ്രായച്ചിത്തം ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല. ഈ വഴി വ്രതം എനിക്കൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ വയറ്റൊരു കുഞ്ഞുള്ളതുകൊണ്ട് അതിനാരും സമ്മതിച്ചുമില്ല. പക്ഷെ ഒരു ആപത്തും അവിടെ ഉണ്ടാവരുത്. ഞാൻ കാരണം ചിലപ്പം ഞാൻ ചെയ്ത തെറ്റുകൾക്ക് അവരെ ആരെയും ശിക്ഷിക്കരുത്. ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്റെ ഭഗവാനെ. അമ്മയ്ക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പൂജകളും വഴിപാടുകളൊക്കെ നടത്താനായിട്ട് സാധിക്കണം. അഗ്നിപൂജ നല്ല രീതിയിൽ തന്നെ നടക്കണം എന്ന് ശ്രീദേവി ഇങ്ങനെ മനോരി പ്രാർത്ഥിക്കുകയാണ്. എന്റെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നറിയാലോ, ആ കുഞ്ഞിന് ഒരു ദോഷവും സംഭവിക്കാൻ പാടില്ല. കുഞ്ഞും ഒരു ദോഷവും കൂടാതെ പുറത്തു വരണം. അതിനൊരു ആപത്തും വരുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരി പ്രാർത്ഥിക്കുന്നുണ്ട്. അതേ സമയത്ത് തിരുമേനി ബാലനോടും ഗോമതിയോടും എല്ലാവരോടും പറഞ്ഞു, അതെ അഗ്നിപൂജ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും പൂജയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെ അവിടെ നിന്ന് എണീക്കാൻ പാടില്ല. കാരണം പൂജയ്ക്ക് ഇരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ആളോട് ചില കാര്യങ്ങളൊക്കെ പറയും, അവര് ചെയ്യണം. ബാക്കി മറ്റുള്ളവരവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് കൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേക്കാനായിട്ട് പാടില്ല, പൂജ തീരുന്നോടെ വരെയെന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശരിയെന്ന് അവര് പറയണം. അപ്പൊ അതിന് കുറെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഗ്നിപൂജ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അതിനുശേഷം പറഞ്ഞു, അഗ്നി കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും അഗ്നി ഇങ്ങനെ വലുതായിട്ട് ചിലപ്പോൾ വരും. അഗ്നി നാളെങ്കിൽ ഇങ്ങനെ വലുതായിട്ട് കാണിക്കും. പക്ഷെ എന്ന് പറഞ്ഞാൽ നിങ്ങളാരും ഭയക്കേണ്ടതില്ല. ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേക്കാനും പാടില്ല. അഗ്നി ആളിക്കത്തും. അതിനുശേഷം അതിന് അണയേണ്ട സമയത്ത് താനെ അണഞ്ഞോളും എന്നൊക്കെ ഇങ്ങനെ തിരുമേനി അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഇതെല്ലാം ബാലനും ഗോമതിയും കേട്ടിട്ട് എല്ലാം ശരി വെക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പം ആര്യം മിത്രയെ ഫോൺ ചെയ്യാണ്. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, ആര്യ നീ ഇതെവിടാ ക്ഷേത്രത്തിൽ എത്തിയെന്ന് ചോദിച്ചു. ഇല്ല ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതെന്താ ആര്യ ഇത്ര താമസേ? അപ്പച്ചിക്കാണ് നല്ല ടെൻഷൻ ആയിരിക്കും. ആര്യം പെട്ടെന്ന് തന്നെ എത്താൻ നോക്കും. ഒരു 5 മിനിറ്റ് ഞാനിപ്പോ തന്നെ അങ്ങോട്ട് പോകും. ഇത് ആര്യ ഇത് കുട്ടിക്കളിയല്ലെന്ന് അറിയാലോ. ആ തത്തക്കാരി എന്തൊക്കെയാ പറഞ്ഞത്, എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്നിട്ട് അതൊക്കെ അറിഞ്ഞിട്ടാണോ ആര്യൻ ഇങ്ങനെ നിൽക്കുന്നേ? എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക്. അത് മാത്രമല്ല ഇവിടെയാണ് ആകെപ്പാടെ പ്രശ്നം. ഉപ്പും പാത്രം താഴെ വീണ് പൊട്ടിയെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ഇനിയിപ്പം പുതിയ ഉപ്പും പാത്രം അമ്മ വരുമ്പോഴത്തേനും മേടിച്ചു വെക്കണായിരിക്കും. അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര ടെൻഷൻ അല്ലേന്ന് ചോദിച്ചു. അമ്മ അറിഞ്ഞാൽ വഴക്ക് പറയുമെന്ന് ഓർത്ത്. അതൊന്നുമല്ല ആര്യ, ശ്രീദേവി ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഉപ്പുപാത്രം താഴെ വീണ് പൊട്ടിപ്പോയത്. ദുശകനമാന്നാ പറയണേ. ഉപ്പുപാത്രം താഴെ വീണ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, ദേ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതിലൊന്നും എനിക്കൊരു വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു. ദേ ആര്യ, നീ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിൽ ശരി, എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക്. എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ എത്തും. നീ ഫോൺ കട്ട് ചെയ്തോളാൻ പറഞ്ഞു. പിന്നീട് ആര്യം പോവുകയാണ്. മിത്രയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതേ സമയത്ത് ക്ഷേത്രത്തില് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഉള്ളിൽ പൂജ നടത്താനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ തിരുമേനി ഓരോ കാര്യങ്ങളൊക്കെ പറയണം. ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നവരൊക്കെ. അങ്ങനെ അവരെന്ത് ചെയ്തു, അവിടെ ഓരോ കാര്യങ്ങൾ തിരുമേനി പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ഈ സമയത്ത് ആരിന് അങ്ങോട്ട് പോവാണ്. പെട്ടെന്നാണ് ഓപ്പോസിറ്റ് ആയിട്ടൊരു കാർ വരുന്നത്. ആരിന്റെ ബൈക്ക് ആ കാറിലേക്ക് ചെന്ന് മുട്ടുവാണ്.
ഒരു നിമിഷം ആര്യം ഞെട്ടിപ്പോയി. ഇതേ സമയത്തും ഇത്ര സർവ്വദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. ഒരാപത്തും കൂടാതെ ആര്യനെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണേന്നും പറഞ്ഞ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.